ചാരുമൂട് കരിമുളയ്ക്കൽ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൽ ഓർമ്മ പെരുന്നാളും രജത ജൂബിലി ആഘോഷ സമാപനവും 30 മുതൽ നവംബർ 8 വരെ നടക്കും. ഇതോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ചാരുമൂട് കരിമുളയ്ക്കൽ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൽ ഓർമ്മ പെരുന്നാളും രജത ജൂബിലി ആഘോഷവും സമാപനവും 30 മുതൽ നവംബർ 8 വരെ നടക്കും. അദ്ദേഹം ആ ഭദ്രദീപം വാങ്ങി സ്വീകരിച്ച് ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും. അതോടുകൂടിയാണ് നമ്മുടെ പെരുന്നാളിൻ്റെ ആരംഭം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 31-ാം തീയതി ഈ ദേവാലയം സ്വതന്ത്രമായി തീരുന്നത് 2000-ലാണ്. 2000 മുതൽ ഈ 2025 വരെ വരുന്നതിന് മുമ്പ് വരെയുള്ള വൈദികർ, മുൻ വികാരിമാർ എല്ലാവരും കൂടെ ചേർന്നു. അതേപോലെ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ മുൻ സഹവികാരിയായി ഈ ദേവാലയത്തെ ഭരിച്ച മെത്രാപ്പൊലീത്തയായ ജോഷുവ മാർ തിമോഥിയോസ് തിരുമേനിയോട് ചേർന്ന് അന്ന് ഒരു സമൂഹ ബലി നടത്തുകയും അതിനുശേഷം ഈ പെരുന്നാളിൻ്റെ കൊടി ഉയർത്തുകയും ചെയ്യുന്നതാണ് 31-ാം തീയതി. 1-ാം തീയതി ഈ ദേവാലയത്തിൽ നിന്ന് അതുപോലെ പരിമലയിലേക്ക് പദയാത്ര നടത്തും. പരിശുദ്ധനായ പരിമലത്തിന്മയുടെ ഖബറിലേക്കുള്ള പദയാത്ര 1-ാം തീയതി ആരംഭിക്കും. 2-ാം തീയതി ഞായറാഴ്ച ഇവിടെ വിശുദ്ധ കുർബാന നടത്തി. നടത്തുന്നത് ഈ ദേവാലയത്തിൽ ശുശ്രൂഷ അനുഷ്ഠിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ വൈദികരെ, അതുപോലെ ഈ ദേവാലയത്തെ ഭരിച്ചിട്ടുള്ള പിതാക്കന്മാർ, പ്രധാനമായും കൊല്ലം മെത്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിരുന്ന് പിന്നീട് പരിശുദ്ധ കാതോലിക്ക ബാവായായി മാറിയിട്ടുള്ള പുണ്യ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവാ തിരുമേനിയെയും കൊല്ലം മെത്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായി ഈ ഇടവക സ്വതന്ത്രമായി പ്രഖ്യാപിച്ച് കൽപ്പന തന്നിട്ടുള്ള അഭിവന്ധ്യ എപ്പിഫാനോസ് തിരുമേനിയെയും മാത്യൂസ് മാർ എപ്പിഫാനോസ് തിരുമേനിയെയും മാവേലിക്കര ആയതിനു ശേഷം മാവേലിക്കരയുടെ പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്ന പൗലോസ് മാർ പക്കൂമീസ് തിരുമേനിയും ദൈവസന്നിധിയിലേക്ക് കടന്നുപോയവരാണ്. അവരെ ഓർക്കുന്ന ഞായറാഴ്ചയാണ്. പിതൃസ്മരണ എന്നാണ് ഞങ്ങളതിന് പേരിട്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ ദേവാലയത്തിൽ നിന്ന് ശുശ്രൂഷ അനുഷ്ഠിച്ച് കടന്നുപോയിട്ടുള്ള ഞങ്ങളുടെ വൈദികരെയും ആ സമയത്ത് ഞങ്ങൾ ഓർക്കും. ഇതൊക്കെ അതിനകത്ത് പേരെഴുതിയിട്ടുണ്ട്. ഈ ദേവാലയത്തിൻ്റെ പണി നടക്കുമ്പോൾ അതിന് വേണ്ട ഉപദേശങ്ങൾ തന്ന ചെങ്ങന്നൂർ മെത്രാസനത്തിൻ്റെ തോമസ് മാർ എത്താനസ് തിരുമേനിയെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. 3-ാം തീയതി പരിമല തിരുമേനിയുടെ പെരുന്നാളായതിനാൽ അന്ന് നമ്മുടെ ദേവാലയത്തിൽ പ്രത്യേകിച്ച് ഇന്നും തന്നെ ഇല്ല. 7-ാം തീയതിയാണ് രജത ജൂബിലിയുടെ സമാപനം വെച്ചിരിക്കുന്നത്. അത് ഞങ്ങളുടെ സഭയുടെ പ്രധാന പിതാവായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ തൃതീയൻ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയാണെന്ന് ബലിയർപ്പിക്കുകയും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി, ശിശുക്ഷേമ മന്ത്രി ആയിരിക്കുന്ന ശ്രീമതി വീണ ജോർജ് ആ യോഗം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് MP, MLA, നമ്മുടെ രാഷ്ട്രീയ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, ജില്ലാ പ്രവർത്തകരുണ്ട്, ഞങ്ങളുടെ സഭയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ള അസോസിയേഷൻ സെക്രട്ടറി ബിജുമ്മനുണ്ട്, അൽമായ ട്രസ്റ്റി വർഗീസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ദേവാലയത്തിലെ വികാരിമാരെ എല്ലാം നമ്മളതിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ 25 വർഷക്കാലം ഈ ഇടവകയ്ക്ക് നേതൃത്വം കൊടുത്ത ട്രസ്റ്റിമാർ, സെക്രട്ടറിമാരെ ആദരിക്കുന്നുണ്ട്. അവരോടൊപ്പം തന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകരെയും കഴിഞ്ഞ 1 വർഷക്കാലം ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ പൊതുജനത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളൊക്കെ ഉത്സാഹിച്ചിട്ടുണ്ട് എന്നുള്ളതിനാൽ അതിന് നിങ്ങളെയും ഞങ്ങൾ ആ സമയത്ത് 7-ാം തീയതി ബാവാ തിരുമേനി ഉള്ള സമയത്ത് തന്നെ അത് ആദരിക്കത്തക്കവണ്ണമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 30-ന് വൈകിട്ട് 3-ന് പരിമല കബറിങ്കിൽ നിന്നും ദീപം കത്തിച്ചുള്ള ദീപശിഖ പ്രയാണം
വിവിധ ദേവാലയങ്ങൾ വഴി 6-ന് ദേവാലയത്തിൽ എത്തിച്ചേരുന്നതോടെ സന്ധ്യാ നമസ്കാരവും ആശീർവാദവും നടക്കും. 31 രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് 10 പെരുന്നാളിന് കൊടിയേറും. നവംബർ 1 രാവിലെ 5 യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിമല പദയാത്ര, പിതൃസ്മരണ ദിനമായ 2 രാവിലെ 7 വിശുദ്ധ കുർബാന, 5:30 സന്ധ്യാ നമസ്കാരം, 3 പരിമല പെരുന്നാൾ ദിനത്തിൽ വൈകിട്ട് 5:30 സന്ധ്യാ നമസ്കാരം, 4-നും 5-നും 6-നും രാവിലെ 6:30 പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന, വൈകിട്ട് 5:30 സന്ധ്യാ നമസ്കാരം, വൈകിട്ട് 6:30 ഗാന ശുശ്രൂഷ, 7-ന് വചന ശുശ്രൂഷ, 7-ന് രാവിലെ 10-ന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ അധ്യക്ഷത വഹിക്കും. കൊടുക്കുന്നിൽ സുരേഷ് MP സന്ദേശം നൽകും. ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് സുവനീർ പ്രകാശനം നിർവഹിക്കും. ചടങ്ങിൽ മുൻ ട്രസ്റ്റിമാർ, സെക്രട്ടറിമാർ, മാധ്യമപ്രവർത്തകർ എന്നിവരെ ആദരിക്കും. 11-ന് സ്നേഹവിരുന്ന്, 7-ന് റാസ, 9:30 ആശീർവാദം, പെരുന്നാൾ സമാപന ദിവസമായ 8-ന് രാവിലെ 8-ന് വിശുദ്ധ മൂന്നുമേൽ കുർബാന, റാസ, കൊടിയിറക്കൽ, ആശീർവാദം, കൈമുത്ത്, വെച്ചൂട്ട്, വൈകിട്ട് 6:30 ലക്കിടിപ്പ് നറുക്കെടുപ്പ്, 7-ന് ബൈബിൾ നാടകം, രക്ഷകൻ എന്നിവ നടക്കും. 2000-ൽ സ്വതന്ത്ര ഇടവകയായി മാറിയ ചർച്ചിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, യൂത്ത് കോൺക്ലേവ്, തൊഴിൽ സംരംഭം അടക്കം 1 വർഷം നീണ്ട രജത ജൂബിലി ആഘോഷങ്ങളാണ് നടത്തുന്നത്. ഇടവക വികാരി ഫാദർ ഡോക്ടർ സാം കുട്ടമ്പേരൂർ, ട്രസ്റ്റി B രാജു, സെക്രട്ടറി റോയ് ജോയ്, ജനറൽ കൺവീനർ K ബാബു, ജോയിന്റ് കൺവീനർ മോൻസി മോനച്ചൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ അജു യോഹനാൻ, മിനി യോഹനാൻ, സൂസന്ന ബാബു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കറ്റാനം.